ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഹാൻഡ്ലൂം സാരി വെച്ചിട്ട് ഞാനൊരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സും പിന്നെ അതിൻ്റെ ഷോളും കൂടിയിട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് അല്ല, മെയിനായിട്ട് ഒരു സാരിയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഞാനത് കട്ട് ചെയ്ത് എടുത്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഒരു ഷോളും പിന്നെ ഒരു ഫുൾ ലെങ്ത്ത് ഡ്രസ്സുമാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ചാനലിലാണ് കേട്ടോ കാണിക്കുക. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇതിന് ലൈനിങ്ങും ആവശ്യമാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ലൈനിങ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ യോക്ക് ഭാഗത്തും കയ്യിൻ്റെ ഭാഗത്തും മാത്രമേ ഉള്ളൂ ലൈനിങ് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേത് സ്കേർട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. ആദ്യമായിട്ട് ഞാനിത് നിന്ന് യോക്ക് പാർട്ട്, അതായത് നമ്മളുടെ കൈ നെഞ്ഞിൻ്റെ ഭാഗത്തുള്ള പീസ് ഉണ്ടാവുമല്ലോ, അരഭാഗം, അതിനാണ് യോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ യോക്ക് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ടോട്ടൽ എനിക്ക് 55 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ യോക്കാണ് ഞാനതിൽ ചെയ്യുന്നത്. 15 ഇഞ്ചിന് കുറച്ച് എക്സ്ട്രാ കൂട്ടിയിട്ടൊരു 17 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 17 ഇഞ്ച് താഴത്തേക്ക് അളന്നിട്ട് അതിങ്ങനെ മടക്കി 2 ആക്കി മടക്കി വെക്കുക. മനസ്സിലായോ? അപ്പോൾ അത് 15 ഇഞ്ചിൻ്റെ 2 മടക്കാണ് കേട്ടോ. ടോട്ടൽ 15 ഇഞ്ചല്ല, 17 ഇഞ്ചോളം ഉണ്ട്. പിന്നെ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെന്താ ഇങ്ങനെ മടക്കി ആ ഒരു കരഭാഗം, ഇതിൻ്റെ ഒരു ഭാഗത്തെ കര വലുത് ഒരു ഭാഗത്തെ കര ചെറുതുമാണ്. അതുകൊണ്ട് കരകൾ തമ്മിലല്ല യോജിപ്പിക്കുന്നത്, അറ്റം തമ്മിലല്ല യോജിപ്പിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തെ ഈ ഒരു കരഭാഗം യോജിപ്പിച്ച് വെച്ചിട്ട് ആ ഒരു ബ്ലൂ ഭാഗം ഫുള്ളാക്കി വെക്കുക. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ട് നമ്മളെ ബോഡി പാർട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ കൈക്കുഴിക്ക് 7 ഇഞ്ച്. പിന്നെ നെഞ്ഞളവ് 21 അപ്പോൾ അത് 10.5 പ്ലസ് ഒരു 1.5 കൂടെ എക്സ്ട്രാ ആക്കിയിട്ട് അതും അളന്നെടുത്ത് പിന്നെ ഇങ്ങനെ വരച്ച് കോർണറിൽ ഒരു ഇഞ്ച് കൊടുത്ത് നമ്മൾ കൈക്കുഴി വരച്ചെടുക്കുക. കൈക്കുഴി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മുന്നിലും ബാക്കിലൊക്കെ ഒരേ കൈക്കുഴിയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. പിന്നെ താഴത്തേക്ക് ഇതാ 15 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് എക്സ്ട്രായും എടുത്തിട്ടുണ്ട്. അപ്പോൾ 15 കാലിൻ്റെ അവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അരഭാഗത്ത് 19 ഇഞ്ചാണ്. അപ്പോൾ 9 പ്ലസ് 1.5 കൂട്ടിയിട്ട് എക്സ്ട്രാ അവിടെ കൂട്ടിയെടുത്തിട്ട് അതും അവിടെ അളന്നിട്ട് ബോഡി പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. നമുക്കിതിൽ കഴുത്ത് അടയാളപ്പെടുത്തണം. കഴുത്ത് ഞാൻ അധികം ഇറക്കല്ലാത്ത അത്യാവശ്യം വീതിയുള്ള നല്ലൊരു കഴുത്താണ് ഇതിന് തയ്ച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2.25 ഇഞ്ച് ഇറക്കവും ഒരു 4.5 ഇഞ്ച് വീതിയുള്ള കഴുത്താണ് കേട്ടോ ഞാൻ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്ക് കഴുത്തും ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യം ബാക്ക് കഴുത്ത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് 2 പീസിന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലത്തെ കഴുത്തും കട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും കേട്ടോ. അത് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. അതായത് രണ്ട് കഴുത്തും കൂടി ഒപ്പം വെട്ടരുത്. അതായത് ബാക്കിലും മുന്നിലും വലിയ കഴുത്തായി പോകില്ലേ. അപ്പോൾ ഒരു ചെറിയ കഴുത്ത് വെട്ടുന്നിട്ട് വലിയ കഴുത്ത് മാത്രം വെട്ടുക. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഷോള് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. 2.5 മീറ്റർ ഷോള് വേണം. അപ്പോൾ ആ മുന്താടി ഭാഗത്ത് ഇങ്ങനെ ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് 2.5 അളന്നിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ഭാഗത്ത് വീതിയുള്ള കര, ഒരു ഭാഗത്ത് വീതി ഇല്ലാത്ത കരയാണല്ലോ. അപ്പോൾ ഈ അറ്റത്തെ കരയുടെ അത്ര വീതിയിൽ ഇപ്പുറത്തെ കരയാക്കി മാറ്റുകയാണ്. അതായത് കട്ട് ചെയ്ത് കളയാണ് എക്സ്ട്രാ കര. അപ്പോൾ ഷോളിന് ഒരു പാകത്തെ വീതി ആകുകയും ചെയ്യും, 2 ഭാഗം ഒരേപോലെ കിടക്കുകയും ചെയ്യും. ഈ ആ അറ്റത്ത് നമ്മളുടെ മുന്താണിയുടെ ആ ഒരു ലൈനും അതിൻ്റെ ആ തുമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തൊരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു കരം കൂടി അവിടെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതാണ് വെട്ടി കിട്ടിയ കര. പക്ഷേ ഈ കാര്യം കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും കൂടി വീതി കുറച്ചിട്ട് ഒരു പീസാണ് ഇത്ര വീതിയിൽ വെക്കണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒന്നും കൂടി വീതി കുറച്ചിട്ട് ഒരു കരയാണ് ഞാൻ അതിൻ്റെ ഈ അറ്റത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനെപ്പോഴും ഷാളിൻ്റെ 2 അറ്റവും ഒരുപോലെ കാണിക്കാറില്ല. ഒരു അറ്റം ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടാണല്ലോ ഇടാറ്. അതുകൊണ്ട് 2 അറ്റം ഒരേ ഡിസൈനിലല്ല വരുന്നത് കേട്ടോ. പക്ഷേ ഇനി നമുക്ക് അടുത്തതായിട്ട് ബാക്കി വരുന്ന തുണിയിൽ നിന്ന് കയ്യിനുള്ള തുണി വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡ്രസ്സാവുക കാരണം ഹാഫ് സ്ലീവാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 ഇഞ്ച് ലെങ്ത്തിലുള്ള കയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കൈ ഇങ്ങനെ മടക്കി വെച്ചു. അപ്പോഴും അതേപോലെ തന്നെ ആ ഒരു ബ്ലൂ കളർ എൻഡിങ് വരുന്ന ഭാഗത്താണ് ഞാൻ ഒപ്പം വെച്ചിട്ടുള്ളത്. അറ്റം പിടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ പറയില്ല കരകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഒരു 20 ഇഞ്ച് വീതി അളന്നു. 19 ഇഞ്ചായാലും മതി. ഞാനൊരു 20 ഇഞ്ച് അളന്നിട്ടുണ്ട്. അളന്നിട്ട് അതും ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക നമ്മളെ കയ്യിന് വേണ്ടിയിട്ട്. അതായത് കയ്യിൻ്റെ ഒരു ഭാഗം 10 ഇഞ്ച് വീതി ഉണ്ടാവും. ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. 9.5 ഇഞ്ച് മതി ശരിക്കും കയ്യിൻ്റെ ആ ഒരു ഭാഗത്തിന്. പിന്നെന്താ കൈ സാധാരണ പോലെ തന്നെ താഴത്തേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു മൂലയ്ക്ക് സ്ലോപ്പ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ കയ്യിൻ്റെ അറ്റത്തൊരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും സ്ലോപ്പ് ചെയ്യുക.
സ്റ്റിച്ചിങ് ചാനൽ കുറച്ച് ഉഷാറാക്കണം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ട്, പക്ഷെ അതിക്കൊണ്ട് എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നല്ല കാണിക്കുക, കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പേപ്പറൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് ചാനൽ കൊണ്ടുപോകണം, അത് നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഒക്കെ ആയിട്ട് ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ കയ്യിൻ്റെ അറ്റത്ത് നമുക്കൊരു പീസ് വെച്ചിട്ടൊരു ഞൊറിവ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് അംബ്രല്ല കട്ടിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഇപ്പോൾ ആ ഒരു കര വെച്ചിട്ട്. പക്ഷേ ഞാൻ അംബ്രല്ല അല്ല കേട്ടോ ചെയ്തത്, പക്ഷേ അംബ്രല്ല ചെയ്താൽ മതിയായിരുന്നു എനിക്ക് തോന്നി. ജസ്റ്റ് നീളത്തിലുള്ളൊരു കര വെച്ചിട്ട് ചുളിച്ച് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കൈയൊക്കെ നമ്മൾ വെട്ടിയല്ലോ, അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ലെവൽ ചെയ്യാണ്. കാരണം ഇനി ആ കാണുന്ന ബാലൻസ് പീസ് കൊണ്ടാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോട്ടൽ 55 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ യോക്കും 40 ഇഞ്ചിൻ്റെ സ്കേർട്ടുമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ കരൻ്റെ അടിഭാഗത്ത് വീതിയുള്ള കരയാണ് അടിഭാഗത്തേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 40 ഇഞ്ച് 40.5 ഇഞ്ച് അളന്ന് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. മുകൾ ഭാഗത്തെ എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ആ കിട്ടുന്ന തുണി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്കേർട്ടിനുള്ള ഞെറിവ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും നമുക്ക് ബാലൻസ് ഉള്ള കരഭാഗങ്ങൾ വരുന്നത് കേട്ടോ. ഇതൊക്കെ വെച്ച് വേറെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുക. ഇങ്ങനത്തെ കരകളൊരു പ്രത്യേക ഭംഗിയാണല്ലോ ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു പീസ് കൊണ്ട് നമ്മൾ സ്കേർട്ടും ഷോളും യോക്കും കയ്യും ഒക്കെ കട്ട് ചെയ്തു. പിന്നെ ആ യോക്ക് വെച്ചിട്ട് തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക. സ്കേർട്ടിനും ലൈനിങ് ഉണ്ടെങ്കിൽ സ്കേർട്ടിനും ലൈനിങ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലല്ലോ. റൗണ്ട് കഴുത്തടിക്കുക, പിന്നെ കഴുത്തടിച്ച് 2 ബോഡി യോജിപ്പിച്ച് വെക്കുക, കയ്യിൻ്റെ അറ്റത്ത് അതുപോലെ ഞെറിവ് വെക്കുക, പിന്നെ കൈ നമ്മൾ ഡ്രസ്സിൽ പിടിപ്പിക്കുക. അത് പിടിപ്പിച്ച് അത് ഷേപ്പ് ചെയ്തിട്ട് ഈ കയ്യും യോക്കൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ഞാൻ ഇട്ട് നോക്കും. എന്നിട്ട് ആ കറക്റ്റ് ഷേപ്പ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്താണ് ഇങ്ങനെ ഞാൻ ആ ഞെറിവ് പിടിപ്പിക്കുക. ഒരറ്റത്തുനിന്ന് ഞെറിവ് അങ്ങനെ പിടിപ്പിച്ച് കൊണ്ടിട്ട് ഒരു ഭാഗം അങ്ങോട്ട് ക്ലോസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാരിയിൽ നിന്ന് ഡ്രസ്സ് കട്ട് ചെയ്തത്. ഞാൻ സ്റ്റിച്ചിങ് കാണിക്കണില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ല സ്റ്റിച്ചിങ് വീഡിയോകളും സ്റ്റിച്ചിങ് ടിപ്സുകളും ഒക്കെ ആയിട്ട് ഈ ചാനൽ അടിപൊളിയാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.